വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മെയ് മാസത്തിലെ ആനുകാലിക ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിലുള്ളത്. മെയ് 1 മുതൽ 15 വരെയുള്ള ആനുകാലിക ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, ഏപ്രിൽ 22-ന് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ തുടർന്ന് രാജ്യവ്യാപകമായി സിവിൽ ഡിഫൻസ് തയ്യാറെടുപ്പ് പരിശീലനം ഏത് തീയതിയിലാണ് നടത്താൻ തീരുമാനിച്ചിരുന്നത്? ഉത്തരം മെയ് 7, 2025. ഏപ്രിൽ 22-ന് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ തുടർന്ന് രാജ്യവ്യാപകമായി സിവിൽ ഡിഫൻസ് തയ്യാറെടുപ്പ് പരിശീലനം ഏത് തീയതിയിലാണ് നടത്താൻ തീരുമാനിച്ചിരുന്നത്? ഉത്തരം മെയ് 7, 2025. അടുത്ത ചോദ്യം, DRDOയും ഏത് സംഘടനയും ചേർന്നാണ് തദ്ദേശീയമായി വികസിപ്പിച്ച മൾട്ടി ഇൻഫ്ലുവൻസ് ഗ്രൗണ്ട് മൈൻ പരീക്ഷണം നടത്തിയത്? ഉത്തരം ഇന്ത്യൻ നാവികസേന. DRDOയും ഏത് സംഘടനയും ചേർന്നാണ് തദ്ദേശീയമായി വികസിപ്പിച്ച മൾട്ടി ഇൻഫ്ലുവൻസ് ഗ്രൗണ്ട് മൈൻ MIGM പരീക്ഷണം നടത്തിയത്? ഉത്തരം വരുന്നത് ഇന്ത്യൻ നാവികസേന. അടുത്ത ചോദ്യം, UN വികസന പരിപാടി പുറത്തിറക്കിയ 2025-ലെ മനുഷ്യ വികസന റിപ്പോർട്ടിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? ഉത്തരം വരുന്നത് 130. UN വികസന പരിപാടി പുറത്തിറക്കിയ 2025-ലെ മനുഷ്യ വികസന റിപ്പോർട്ടിൽ ഇന്ത്യയുടെ റാങ്ക് 130. അടുത്ത ചോദ്യം, 2025 മെയ് മാസത്തിൽ ഇന്ത്യ ഏത് രാജ്യവുമായാണ് ചരിത്രപരമായ സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെച്ചത്? ഉത്തരം വരുന്നത് യുണൈറ്റഡ് കിങ്ഡം. 2025 മെയ് മാസത്തിൽ ഇന്ത്യ ഏത് രാജ്യവുമായാണ് ചരിത്രപരമായ സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെച്ചത്? ഉത്തരം യുണൈറ്റഡ് കിങ്ഡം. അടുത്ത ചോദ്യം, ഫൈനലിൽ ദക്ഷിണ കൊറിയയെ പരാജയപ്പെടുത്തി സുദിർമാൻ കപ്പ് 2025 കിരീടം നേടിയത് ആരാണ്? ഉത്തരം ചൈന. ഫൈനലിൽ ദക്ഷിണ കൊറിയയെ പരാജയപ്പെടുത്തി സുദിർമാൻ കപ്പ് 2025 ബാഡ്മിൻ്റൺ കിരീടം നേടിയത്? ഉത്തരം ചൈന. അടുത്ത ചോദ്യം, 2025 ഏറ്റവും കൂടുതൽ പുലിത്സർ മത്സരങ്ങൾ നേടിയ അമേരിക്കൻ ദിനപത്രം? ഉത്തരം ദി ന്യൂയോർക്ക് ടൈംസ്. 4 അവാർഡുകളാണ് ലഭിച്ചത്. 2025 ഏറ്റവും കൂടുതൽ പുലിത്സർ സമ്മാനങ്ങൾ നേടിയ അമേരിക്കൻ ദിനപത്രം ഏതാണെന്ന് ചോദിച്ചാൽ ദ ന്യൂയോർക്ക് ടൈംസ്. 4 അവാർഡുകൾ ലഭിച്ചു. അടുത്തത്, 2025 മെയ് മാസത്തിൽ രോഹിത് ശർമ്മ ഏത് ഫോർമാറ്റിൽ നിന്നാണ് വിരമിക്കൽ പ്രഖ്യാപിച്ചത്? ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന്. 2025 മെയ് മാസത്തിൽ രോഹിത് ശർമ്മ ഏത് ഫോർമാറ്റിൽ നിന്നാണ് വിരമിക്കൽ പ്രഖ്യാപിച്ചത്? ടെസ്റ്റ് ക്രിക്കറ്റ്. അടുത്ത ചോദ്യം, 1996 ആദ്യത്തെ ലോക അത്ലറ്റിക് ദിനം ആരംഭിച്ചത് ആരാണ്? ഉത്തരം പ്രീമോ നെബിയോളോ. 1996 ആദ്യത്തെ ലോക അത്ലറ്റിക് ദിനം ആരംഭിച്ചത് ആര്? പ്രീമോ നെബിയോള. അടുത്ത ചോദ്യം, ഇന്റർനാഷണൽ നോ ഡയറ്റ് സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം മേരി ഇവാൻസ് യങ്. ഇന്റർനാഷണൽ നോ ഡയറ്റ് ദിനം സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം മേരി ഇവാൻസ് യങ്. അടുത്ത ചോദ്യം, ഓറിയന്റൽ ഇൻഷുറൻസിന്റെ CMD ആയി FSIB ആരെയാണ് ശുപാർശ ചെയ്തത്? ഉത്തരം സഞ്ജയ് ജോഷി. ഓറിയന്റൽ ഇൻഷുറൻസിന്റെ CMD ആയി FSIB ആരെയാണ് ശുപാർശ ചെയ്തത്? സഞ്ജയ് ജോഷി. അടുത്ത ചോദ്യം, 2025-ലെ പെട്ടെന്നുള്ള തിരഞ്ഞെടുപ്പിനു ശേഷം ആരാണ് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയെ പ്രധാനമന്ത്രിയായത്? ഉത്തരം കമല പെർസാറ്റ് ബ്രിസ്റ്റർ. 2025-ലെ പെട്ടെന്നുള്ള തിരഞ്ഞെടുപ്പിനു ശേഷം ആരാണ് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയുടെ പ്രധാനമന്ത്രിയായത്? കമല പെർസാറ്റ് ബ്രിസ്റ്റർ. അടുത്ത ചോദ്യം, AI ഫോറസ്റ്റ് അലർട്ട് സിസ്റ്റത്തിന്റെ പൈലറ്റ് പ്രൊജക്ടിന്റെ ഭാഗമല്ലാതെ വന്നിരുന്ന ഡിവിഷൻ ഏതാണ്? ഉത്തരം AI അടിസ്ഥാനമാക്കിയുള്ള തത്സമയ വന അലർട്ട് സിസ്റ്റം.
AI ഫോറസ്റ്റ് അലേർട്ട് സിസ്റ്റത്തിനായുള്ള പൈലറ്റ് പ്രൊജക്ടിൻ്റെ ഭാഗമല്ലാത്ത വന്ന ഡിവിഷൻ ഏതാണ്? ഉത്തരം വരുന്നത് AI അടിസ്ഥാനമാക്കിയുള്ള തത്സമയ വന്ന അലർട്ട് സിസ്റ്റം. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ പ്രധാന കൽക്കരി ഉൽപ്പന്നങ്ങൾ ഏതാണ്? കൽക്കരി ഉൽപാദന സംസ്ഥാനങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം ജാർഖണ്ഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ്. ഇന്ത്യയിലെ പ്രധാന കൽക്കരി ഉൽപാദന സംസ്ഥാനങ്ങൾ ജാർഖണ്ഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ്. അടുത്ത ചോദ്യം, സൈഗോണിൻ്റെ പതനത്തോടെ വിയറ്റ്നാം യുദ്ധം ഔദ്യോഗികമായി അവസാനിച്ചത് എപ്പോഴാണ്? ഉത്തരം വരുന്നത് 1975. സൈഗോണിൻ്റെ പതനത്തോടെ വിയറ്റ്നാം യുദ്ധം ഔദ്യോഗികമായി അവസാനിച്ചത് എപ്പോഴാണ്? 1975. അടുത്ത ചോദ്യം, 2025 സജീവ സൈനികരുടെ എണ്ണത്തിൽ ഇന്ത്യ ലോകത്ത് എത്രാം സ്ഥാനത്താണ്? ഉത്തരം രണ്ടാമത്തെ സ്ഥാനത്ത്. 2025 സജീവ സൈനികരുടെ എണ്ണത്തിൽ ഇന്ത്യ ലോകത്ത് എത്രാമത്തെ സ്ഥാനത്താണ്? ഉത്തരം രണ്ടാമത്തത്. അടുത്ത ചോദ്യം, വിഷ്ണു പ്രസാദ് അഭിനയ രംഗത്ത് പ്രവേശിച്ച തമിഴ് സിനിമയുടെ പേരെന്ത്? ഉത്തരം കാശി തമിഴ്. വിഷ്ണു പ്രസാദ് അഭിനയ രംഗത്തേക്ക് പ്രവേശിച്ച തമിഴ് സിനിമയുടെ പേരാണ് കാശി. അടുത്ത ചോദ്യം, 2026 ഏഷ്യൻ ഗെയിംസിൽ അരങ്ങേറ്റം കുറിക്കുന്ന പോരാട്ട കായികം ഇനം ഏതാണ്? ഉത്തരം മിക്സഡ് മാർഷൽ ആർട്സ്. 2026 ഏഷ്യൻ ഗെയിംസിൽ അരങ്ങേറ്റം കുറിക്കുന്ന പോരാട്ട കായികം ഇനം ഏതാണ്? മിക്സഡ് മാർഷൽ ആർട്സ്. അടുത്ത ചോദ്യം, സ്ഥിരമായ ജൈവ മലിനീകരണം നിയന്ത്രിക്കുന്നതിന് ഉത്തരവാദിത്തമുള്ള അന്താരാഷ്ട്ര ഉടമ്പടി ഏതാണ്? ഉത്തരം സ്റ്റോക്ക്ഹോം കൺവെൻഷൻ. സ്ഥിരമായ ജൈവ മലിനീകരണം നിയന്ത്രിക്കുന്നതിന് ഉത്തരവാദിത്തമുള്ള അന്താരാഷ്ട്ര ഉടമ്പടി ഏതാണെന്ന് ചോദിച്ചാൽ സ്റ്റോക്ക്ഹോം കൺവെൻഷൻ. അടുത്ത ചോദ്യം, 2025 ഭാഗമായി ഗ്ലോബൽ മീഡിയ ഡയലോഗ് സംഘടിപ്പിച്ച നഗരം ഏത്? മുംബൈ. 2025 ഭാഗമായി ഗ്ലോബൽ മീഡിയ ഡയലോഗ് സംഘടിപ്പിച്ച നഗരം മുംബൈ. അടുത്തത്, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ വംശജ സുധാംശു ശുക്ല. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര ചെയ്ത ആദ്യ ഇന്ത്യൻ വംശജൻ. ഉത്തരം സുധാംശു ശുക്ല. അടുത്തത്, 18ാം ലോകകപ്പ് മെഡലുമായി ശ്രദ്ധേയമായി തിരിച്ചുവരവ് നടത്തിയത് ആരാണ്? ഉത്തരം ദീപിക കുമാരി. 18ാം ലോകകപ്പ് മെഡലുമായി ശ്രദ്ധേയമായി തിരിച്ചുവരവ് നടത്തിയത് ദീപിക കുമാരി. അടുത്ത ചോദ്യം, UPSC പുതിയ ചെയർമാനായി നിയമിതത് ആരാ? അജയ് കുമാർ. ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണിത്. UPSCയുടെ പുതിയ ചെയർമാനായി നിയമിതനായത് അജയ് കുമാർ. അടുത്തത്, 2025 മെയ് 13 വിരമിച്ച ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ്. ഉത്തരം സഞ്ജീവ് ഖന്ന. 2025 മെയ് 13 വിരമിച്ച ഇന്ത്യൻ ചീഫ് ജസ്റ്റിസിൻ്റെ പേര് സഞ്ജീവ് ഖന്ന. കാനഡയിലെ മാർക്ക് കാർണി ഭരണകൂടത്തിൽ വിദേശകാര്യമന്ത്രിയായി നിയമിതനായ ഇന്ത്യൻ വംശജയായ വനിത ആരാണ്? ഉത്തരം അനിത ആനന്ദ്. കാനഡയിലെ മാർക്ക് കാർണി ഭരണകൂടത്തിൽ വിദേശകാര്യമന്ത്രിയായി നിയമിതനായ ഇന്ത്യൻ വംശജയുടെ പേരെന്താണ്? അനിത ആനന്ദ്. അടുത്ത ചോദ്യം, എത്തനോൾ ഉൽപാദനത്തിനായി FCI അരി എത്ര അധികമായി അനുവദിച്ചു? ഉത്തരം 2.8 ദശലക്ഷം. എത്തനോൾ ഉൽപാദനത്തിൻ്റെ FCI അരി എത്ര അധികമായി അനുവദിച്ചു? 2.8 ദശലക്ഷം. ഏത് ബാങ്കിലൂടെയാണ് ഇന്ത്യ മാലദ്വീപ് $50 മില്യൺ സാമ്പത്തിക സഹായം നൽകിയത്? SBI. ഏത് ബാങ്കിലൂടെയാണ് ഇന്ത്യ മാലദ്വീപിന് $50 മില്യൺ സാമ്പത്തിക സഹായം നൽകിയത്? ഉത്തരം SBI. അടുത്ത ചോദ്യം, ആരുടെ സന്ദർശന വേളയിലാണ് അമേരിക്കയും സൗദി അറേബ്യയും തമ്മിൽ $142 ബില്യൺ ആയുധ കരാർ ഒപ്പിട്ടത്? ഉത്തരം ഡൊണാൾഡ് ട്രംപിൻ്റെ സൗദി സന്ദർശന വേളയിൽ. ആരുടെ സന്ദർശന വേളയാണ് അമേരിക്കയും സൗദി അറേബ്യയും തമ്മിൽ $142 ബില്യൺ ആയുധ കരാർ ഒപ്പിട്ടത്? ഡൊണാൾഡ് ട്രംപിൻ്റെ സൗദി സന്ദർശന വേളയിൽ. അടുത്ത ചോദ്യം, 2025 മെയ് 13 ഏത് മന്ത്രാലയത്തിലാണ് പാസ്പോർട്ട് പുറത്തിറക്കിയത്? ഉത്തരം വരുന്നത് വിദേശകാര്യ മന്ത്രാലയം. 2025 മെയ് 13 ഏത് മന്ത്രാലയമാണ് പാസ്പോർട്ട് പുറത്തിറക്കിയത്? ഉത്തരം വിദേശകാര്യ മന്ത്രാലയം. അടുത്ത ചോദ്യം, നോയിഡയും ബാംഗ്ലൂരും ഇന്ത്യയിലെ ആദ്യത്തെ 3D ചിപ്പ് ഡിസൈൻ സെൻ്ററുകൾ ഉദ്ഘാടനം ചെയ്തത് ആരാണ്?
അശ്വിനി വൈഷ്ണവ് നോയിഡയുടെയും ബാംഗ്ലൂരിൻ്റെയും ഇന്ത്യയിലെ ആദ്യത്തെ ചിപ്പ് ഡിസൈൻ സെൻ്ററുകൾ ഉദ്ഘാടനം ചെയ്തത് അശ്വിനി വൈഷ്ണവ്. അടുത്ത ചോദ്യം, 2024-25 സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ഫലത്തിൽ 12ാം ക്ലാസ് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം നിൽക്കുന്ന മേഖല. ഉത്തരം വിജയവാഡ. 2024-25 മേഖലയിൽ സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ഫലത്തിൽ 12ാം ക്ലാസ് റാങ്കിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മേഖല ഏത്? വിജയവാഡ. അടുത്തത്, 2025 ഫോർബ്സ് W പവർ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ കായിക താരങ്ങൾ ആരാണ്? ഉത്തരം സ്മൃതി മന്ദാന, PV സിന്ധു, മനു ഭാക്കർ. 2025 ഫോർബ്സ് W പവർ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ കായിക താരങ്ങൾ സ്മൃതി മന്ദാന, PV സിന്ധു, മനു ഭാക്കർ. അടുത്ത ചോദ്യം, 2025 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് ആലങ്കോട് ലീലാകൃഷ്ണൻ. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. 2025 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് ആലങ്കോട് ലീലാകൃഷ്ണൻ. അടുത്ത ചോദ്യം, ഭക്ഷ്യ സംഭരണ ഡിപ്പോകളുടെ തത്സമയ നിരീക്ഷണത്തിനായി ആരംഭിക്കുന്ന പോർട്ടൽ ഏത്? ഉത്തരം ഡിപ്പോ ദർപ്പൺ. ഭക്ഷ്യ സംഭരണ ഡിപ്പോകളുടെ തത്സമയ നിരീക്ഷണത്തിനായി ആരംഭിക്കുന്ന പോർട്ടൽ. ഉത്തരം ഡിപ്പോ ദർപ്പൺ. അടുത്ത ചോദ്യം, പട്ടിക വിഭാഗങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളെ കോളനി എന്ന് വിശേഷിപ്പിക്കരുത് എന്നടുത്തിട്ട് പ്രഖ്യാപിച്ച സംസ്ഥാനം തമിഴ്നാട്. പട്ടിക വിഭാഗത്തിൽ താമസിക്കുന്ന പ്രദേശങ്ങളെ കോളനി എന്ന് വിശേഷിപ്പിക്കരുത് എന്ന് അടുത്തിടെ പ്രഖ്യാപിച്ച സംസ്ഥാനം. ഉത്തരം തമിഴ്നാട്. അടുത്ത ചോദ്യം, പ്രവാസികൾക്കായി സർക്കാർ തലത്തിൽ തുടങ്ങുന്ന ലോകത്തിലെ ആദ്യ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. ഉത്തരം ലോക കേരളം. പ്രവാസികൾക്കായി സർക്കാർ തലത്തിൽ തുടങ്ങുന്ന ലോകത്തിലെ ആദ്യ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ലോക കേരളം. അടുത്ത ചോദ്യം, പ്രധാനമന്ത്രി മോദി അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ സമർപ്പിത ട്രാൻസ്ഷിപ്പ് സൗകര്യ തുറമുഖം ഏതാണ്? വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. പ്രധാനമന്ത്രി മോദി അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ സമർപ്പിത ട്രാൻസ്ഷിപ്പ് സൗകര്യ തുറമുഖം ഏത്? വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. അടുത്ത ചോദ്യം, 2025 മെയ് മാസത്തിൽ പാകിസ്ഥാൻ ചരക്കുകൾക്ക് ഇന്ത്യ മൂന്നാം രാജ്യങ്ങളിലൂടെ പോലും പൂർണ്ണമായ വ്യാപാര നിരോധനം ഏർപ്പെടുത്തുന്നതിലേക്ക് നയിച്ച പ്രധാന സംഭവം. പഹൽഗാം ഭീകരാക്രമണം. അടുത്ത ചോദ്യം, ITER റിയാക്ടറിനായി ഇന്ത്യ രൂപകൽപ്പന ചെയ്ത നിർമ്മിച്ച ഘടകം ഏതാണ്? സെൻട്രൽ സോളിഡഡ് മാഗ്നറ്റ് സിസ്റ്റം. ITER റിയാക്ടറിനായി ഇന്ത്യ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച പേടകം സെൻട്രൽ സോളിനോയിഡ് മാഗ്നറ്റ് സിസ്റ്റം. അടുത്ത ചോദ്യം, 2025 2020 മുംബൈ ലീഗ് സോബോ മുംബൈ ഫാൽക്കൺസിന്റെ ബ്രാൻഡ് അംബാസിഡറായി ആരെയാണ് നിർമ്മിച്ചത്? ഉത്തരം കപിൽ ദേവ്. അടുത്തത്, ഭുവനേശ്വറിൽ നടന്ന ഫൈനലിൽ 2025 സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയ ടീം ഏത്? ഉത്തരം FC ഗോവ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യമായി തൊഴിലാളി ദിനം ആഘോഷിച്ചത് എപ്പോഴാണ്? 1923. കാനഡയുടെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? മാർക്ക് കാർണി. കേരളത്തിലെ ഏത് സർവകലാശാലയാണ് ഗ്രീൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സർട്ടിഫിക്കറ്റ് ലഭിച്ചത്? ഉത്തരം കുസാറ്റ്. ദേശീയ സുരക്ഷാ ഉപദേശക സമിതിയായി തലവനായി നിയമിതനായ അലോക് ജോഷി മുമ്പ് ഏത് സംഘടനയിലെ തലവനായിരുന്നു? റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ്. അടുത്ത ചോദ്യം, NVIDIAയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? ഹുവാങ് ജെൻസൺ. ഇന്ത്യയിലെ പുതിയ ഡിജിറ്റൽ പ്രവേശനക്ഷമത മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിന് ഉറപ്പാക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? ഡിജിറ്റൽ ആക്സഡിന്റെ ഉത്തരവാദിത്തമാണ്. അടുത്തത്, രഘുജി ഭോസാലെ. ഒന്നാം നാഗ്പൂർ ഭോസാലെ രാജവംശത്തിന് നേതൃത്വം ഏറ്റെടുത്ത വർഷം? 1730. ലോക ട്യൂണ ദിനവുമായി അടുത്തിടെ ബന്ധമുള്ള സുസ്ഥിര വികസന ലക്ഷ്യം ഏതാണ്? സുസ്ഥിര വികസന ലക്ഷ്യം 14. ഗാർഹിക സാമ്പത്തിക വികാരം ശേഖരിക്കുന്നതിനായി RBI നടത്തുന്ന സർവേകൾ ഏത്? IESH, UCCS, RCCS. അടുത്ത ചോദ്യം, അടിസ്ഥാന പോൾ ഉദ്യോഗസ്ഥർക്കുള്ള ശേഷി വികസന പരിശീലന വേളയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏതൊക്കെ സാങ്കേതിക ഉപകരണങ്ങളെ വോട്ടർ ഹെൽപ്പർ ആപ്പും BLO ആപ്പും. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യം? ഉത്തരം ഇന്തോനേഷ്യ. അടുത്ത ചോദ്യം,
2024-25 കേരള സെക്കൻഡറി സ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റ് പരീക്ഷയുടെ വിജയശതമാനം എത്രയായിരുന്നു? ഉത്തരം 99.5%. 2018 മുതൽ 7ാമത്തെ നിപ്പ വൈറസ് കേസ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തു. 2025 മെയ് 9 എവിടെയാണ് റിപ്പോർട്ട് ചെയ്തത്? വളാഞ്ചേരി, മലപ്പുറം. ഇന്ത്യയുടെ സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ദൂരിലെ തുടർന്ന് ഇന്ത്യ അടച്ചിട്ട കർത്താർപൂർ ഇടനാഴി ഏത് സംസ്ഥാനത്താണ്? ഉത്തരം പഞ്ചാബിലെ ഗുരുദാസ്പൂർ ജില്ല. അടുത്ത ചോദ്യം, ഏത് നിയമത്തിന്റെ ലംഘനത്തിലാണ് സ്മോൾ ഫിനാൻസ് ബാങ്കിംഗ് RBI പിഴ ചുമത്തിയത്? ഉത്തരം ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട്. 2025 സാമ്പത്തിക വർഷത്തിൽ മൊത്ത ലാഭത്തിന്റെ 40% സംഭാവന ചെയ്തത് ഏത് പൊതുമേഖലയ്ക്കാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. മെയ്യിൽ സ്വാതന്ത്ര്യ രാഷ്ട്രമായി പ്രഖ്യാപിച്ച പ്രവിശ്യ? ഉത്തരം ബലൂചിസ്ഥാൻ. ലോകത്തിലെ ആദ്യ ഊർജ പ്രസരണ ഉദ്യാനം? ഉത്തരം ബാബുജി വനം. അടുത്ത ചോദ്യം, 2025 മെയ്യിൽ നടന്ന പാകിസ്ഥാൻ ആക്രമണത്തിൽ പാക് മിസൈലുകളെ തകർത്ത ഇന്ത്യൻ പ്രതിരോധ സംവിധാനം? S-400. അടുത്ത ചോദ്യം, ഒരു വർഷത്തെ കാലാവധി നീട്ടി നൽകിയ നിലവിലെ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഡയറക്ടർ ആരാണ്? പ്രവീൺ സൂദ്. ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് ദ റെഡ് ക്രോസ് സ്ഥാപിച്ചത് ആരാണ്? ഹെൻറി ഡുനന്റ്. യാത്രാ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യ ഏത് പരിപാടിയുടെ കീഴിലാണ് ചിപ്പ് അധിഷ്ഠിത പാസ്പോർട്ടുകൾ അവതരിപ്പിച്ചത്? പാസ്പോർട്ട് സേവാ പ്രോഗ്രാം പതിപ്പ് 2.0. ചരിത്രപരമായ വോട്ട് തിരിച്ചടി മറികടന്നതിന് ശേഷം ജർമ്മനിയുടെ പുതിയ ചാൻസലർ ആരായിരുന്നു? ഉത്തരം ഫെഡറിക് മെർസ്. വെരി ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ. ഭൂതാപ ഉൽപാദനത്തിനായി ആദ്യമായി കിണർ കുഴിച്ച വടക്കു കിഴക്കൻ സംസ്ഥാനം ഏതാണ്? ഉത്തരം അരുണാചൽ പ്രദേശ്. ഭൂതാപ ഉൽപാദനത്തിനായി ആദ്യമായി കിണർ കുഴിച്ച വടക്കു കിഴക്കൻ സംസ്ഥാനം? ഉത്തരം അരുണാചൽ പ്രദേശ്. അടുത്ത ചോദ്യം, ലോക തലസ്മീയ ദിനം ആദ്യമായി ആചരിച്ചത് ഏത് വർഷമാണ്? 1994. സ്വയംഭരണത്തിന്റെയും കൽക്കരി ബന്ധത്തിന്റെയും കാര്യത്തിൽ താപവൈദ്യുത നിലയങ്ങൾക്ക് പുതിയ ശക്തി നയം ഏത് നേട്ടങ്ങളെയാണ് നൽകുന്നത്? എന്ത് നേട്ടങ്ങളാണ് നൽകുന്നത്? വിഹിതം സുഗമമാക്കുക, ഊർജ സംരക്ഷണം ഉറപ്പാക്കുക, സ്വകാര്യ മേഖലയിലെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക. അടുത്ത ചോദ്യം, ITIകളുടെ നവീകരണത്തിന് ദേശീയ മികവിന്റെ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതുമായി കേന്ദ്രമന്ത്രിസഭയുടെ 6 കോടി പദ്ധതിയുടെ ലക്ഷ്യം ഏതാണ്? യുവാക്കളുടെ നൈപുണ്യം ചെയ്യുക, ITകളെ നവീകരിക്കുക. 2025 ഏപ്രിലിൽ ആരംഭിച്ച ഐക്യരാഷ്ട്രസഭയുടെ വോട്ടൻ പ്ലാറ്റ്ഫോമിന്റെ ഉദ്ദേശം എന്താണ്? തീവ്രവാദി രേഖകളെ പിന്തുണയ്ക്കുക. അടുത്തത്, 2025 മെയ് 14 മുതൽ പ്രാബല്യത്തിൽ വന്ന NALSAയുടെ പുതിയ എക്സിക്യൂട്ടീവ് ചെയർമാനെ ആരെയാണ് നിയമിച്ചത്? ജസ്റ്റിസ് സൂര്യകാന്ത്. ഇതിഹാസ ക്രിക്കറ്റിന്റെ അന്ത്യം കുറിച്ചുകൊണ്ട് ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച് പ്രഖ്യാപിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലി. എല്ലാ വർഷവും അന്താരാഷ്ട്ര നഴ്സിംഗ് ദിനം ആഘോഷിക്കുന്നത് ഏത് ദിനമാണ്? ഉത്തരം മെയ് 12. ഇന്ത്യക്ക് വേണ്ടി FTA ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന വാണിജ്യ വ്യവസായ മന്ത്രി? ഉത്തരം പീയൂഷ് ഗോയൽ. 2025 മെയ് 11 ബ്രഹ്മോസ് മിസൈൽ നിർമ്മാണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ലക്നൗ. സ്കൂൾ വിദ്യാഭ്യാസം ഉപേക്ഷിച്ച കുട്ടികളെ ഔപചാരിക വിദ്യാഭ്യാസത്തിലേക്ക് പുനഃസ്ഥാപിക്കാനുള്ള ഡൽഹി പോലീസിന്റെ സംരംഭത്തിന്റെ പേര്? നയി ദിശ. 2024 OV വിജയൻ സ്മാരക സാഹിത്യ അവാർഡ് നേടിയ എഴുത്തുകാരുടെ പേര്? E. സന്തോഷ് കുമാർ, സന്തോഷ് ഇഷ്ടിക്കാനം, ഷാഫി പൂവത്തിങ്കൽ. സർവം AI പുറത്തിറക്കിയ പുതിയ ടെക്സ്റ്റ് ടു സ്പീച്ച് മോഡലിന്റെ പേരെന്ത്? ബുൾബുൾ V2. 2025 മിസ് വേൾഡ് മത്സരത്തിൽ 72ാമത് പതിപ്പ് ആതിഥ്യം വഹിക്കുന്ന ഇന്ത്യൻ നഗരം ഏത്? ഹൈദരാബാദ്. ശ്രീലങ്കയിൽ നടന്ന വനിതാ ത്രിരാഷ്ട്ര ഏകദിന പരമ്പരയിൽ പങ്കെടുത്ത 3 ടീമുകൾ ആരെല്ലാം? ഇന്ത്യ, ദക്ഷിണാഫ്രിക്ക, ശ്രീലങ്ക. ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.